LDF മാറി UDF വന്നു. LDF മാറിയാൽ എന്താണ് സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? UDF അതിനേക്കാളും നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ LDF മാറി UDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? ഇതാ നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്, കാണാം. തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇത് ഞങ്ങൾ ജനിച്ച് വീഴാൻ പറയണത് ഞങ്ങളുടെ അച്ഛനെ പണിയെടുത്തുണ്ടാക്കി കൂട്ടിണ്ടാക്കിയ ഒരു കുടുംബമാണ്. ഈ കുടുംബം പോയിട്ട് ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ഒരു ഇഞ്ച് ഭൂമി ഞങ്ങൾക്ക് ഞങ്ങൾ പോകാം. ഞങ്ങൾക്ക് കിടപ്പോലും ഇല്ല. ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പറയണേ? കൂലിപ്പണി എടുത്തുണ്ടാക്കിയ വീട് വെട്ടിപ്പൊളിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറയണേ? കാശുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി മേടിക്കാം. ഞങ്ങൾക്ക് കാശുവിലൊന്നുമില്ല. അന്നന്ന് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാ. പാവങ്ങളെ ഞങ്ങൾ എങ്ങോട്ട് പോകും മേഡം? ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്? കെട്ടിയാലും ആരും ഇല്ലാതെ ജീവിക്കുന്നതാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പറ. പോലീസ് എന്നെ രാത്രിക്ക് അടിച്ചു. എന്നെ അടിച്ചതാണിത്. പോലീസ് അടിച്ചതാണ്. രാത്രിക്ക് അടിച്ചതാണ് പോലീസുകാർ എന്നെ. കേസുണ്ട്. സാർമാരെ പിടിച്ച് മരിക്കാറുണ്ട്. സാർമാരെ പിടിച്ച് മരിക്കാറ് ഞങ്ങള്. സാർമാർക്ക് വീട്ടിൽ കയറി ശല്യം ചെയ്യുന്ന കാര്യമില്ല. അവിടെ നിന്നാതി. വീടുമില്ല, ഞങ്ങൾക്ക് പിള്ളേരുമില്ല, കെട്ടിയാനുമില്ല. ഞങ്ങൾ ജീവിക്കണേ. ഞങ്ങൾക്ക് വീടില്ലാതെ ഞങ്ങൾ മരിക്കാം. ഇന്ന് രാത്രി കൂടെ ഞങ്ങൾ മരിക്കും. ഞങ്ങൾ പോലീസുകാർക്ക് പരാതി ഞങ്ങൾ മരിക്കും. കണ്ടോ? ഞങ്ങളെല്ലാവരും മരിക്കുന്നു. എല്ലാ പോലീസുകാരും കണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ഇറക്കി വിട്ട ഞങ്ങൾ നിങ്ങൾ ഇറക്കരുത്. ഞങ്ങൾ കാട്ടുതരാം. ഞങ്ങളെല്ലാം ചത്തയില്ല തീറ്റയ്ക്കും. ഞങ്ങൾ ഈ കിടക്കള ഞങ്ങൾ എന്തിനു പണിയെടുത്താൽ പാടോട്ടുണ്ട്. ഞങ്ങളെന്നറിയോ? നിങ്ങളുണ്ടാക്കി ഞങ്ങൾ എവിടെ പോകാനാ? നിങ്ങൾ അത് പറ. നിങ്ങളൊന്നും പറയാ. നിങ്ങൾ എന്ത് കാട്ടാനാ? പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങൾ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെ പാരിയത്തുകാവ് എന്ന സ്ഥലത്താണ്. അവിടെ പുറമ്പോക്കിൽ താമസിക്കുന്ന 8 കുടുംബങ്ങളെ അവിടെ നിന്നും ഇറക്കി വിടാൻ എത്തിയ പോലീസ് സന്നാഹമാണ് നാം കണ്ടത്. കൂടെ ഉദ്യോഗസ്ഥരുമുണ്ട്. കോടതി ഉത്തരവിന്റെ ഫലത്തിലാണ് വന്നിരിക്കുന്നത്. 15ാമത്തെ തവണയാണ് ഒഴിപ്പിക്കാനെത്തുന്നത്. 14 തവണ ഒഴിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അന്ന് തന്നെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം ഇടപെട്ട് മാറ്റിവെച്ചു. പക്ഷേ ഇപ്പോൾ ഭരണ നേതൃത്വം ഇടപെട്ടില്ല. സംഘർഷം രൂക്ഷമാകുകയും പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്ത ഘട്ടത്തിൽ സർക്കാർ ഇടപെട്ടു. അതുകൊണ്ട് ഇത്തവണയും മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയതിനു ശേഷമാണ് സർക്കാർ ഇടപെട്ടത് എന്നോർക്കണം. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാം. എവിടെ പോയി? കുന്നത്തുനാട് നിന്ന് ജയിച്ചു പോയ UDF MLA, പക്ഷേ തോറ്റ MLA അവിടെ ഉണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അവിടെ ഓടിയെത്തി ജനങ്ങളോടൊപ്പം നിന്നു പോലീസിന്റെ അതിക്രമത്തെ ചെറുക്കാൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഞങ്ങളൊന്നും ഇവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയം നോക്കിയല്ല ഇടപെട്ടത്. ഇവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയമല്ല പ്രശ്നം. ഇത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ആ അതിജീവനത്തിന്റെ പ്രശ്നത്തില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷം ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഇവരെ കുടി ഒഴിപ്പിക്കില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 5 വർഷം ഈ നിയമവും കോടതിയും എല്ലാം ഉണ്ടായിട്ട് പോലും കുടി ഒഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കായിരുന്നു. MLA ഉണ്ട്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന MLA ഉണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് ചില വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും കച്ചവട താല്പര്യങ്ങളും ലാൻഡ് മാഫിയ അടക്കമുള്ള ആളുകളുണ്ട്. LDF സർക്കാർ പോയാലെന്താ, UDF വന്നാലെന്താ എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യം മറുപടിയാണ്
UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നാം കണ്ടത്. 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാനെത്തിയ പോലീസ്, അതും കോടതി ഉത്തരവിൻ്റെ മറവിൽ. അതിനെ ചെറുത്തു നിൽക്കുന്ന ജനങ്ങൾ, 8 കുടുംബങ്ങളോടൊപ്പം ആ നാട്ടുകാർ ഒന്നിച്ചു നിന്നത് നാം കണ്ടു. പുറംപോക്കിൽ താമസിക്കുന്നവരെയാണ് ഒഴിപ്പിക്കുന്നത് എന്നോർക്കണം. നിയമപ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം പരിഹരിച്ച് മാത്രമേ അവരെ ഒഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച നിലപാടെടുത്തു നാട്ടുകാർ. ആ 8 കുടുംബങ്ങളോടൊപ്പം നിന്നു. അവസാനം പോലീസിന് ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ തലകുനിച്ച് പോകേണ്ടി വന്ന കാഴ്ചയാണ് കണ്ടത്. പാവങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്നത് LDF സർക്കാരാണ് എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുന്ന ദൃശ്യങ്ങൾ. 14 തവണ LDF സർക്കാരിൻ്റെ കാലത്ത് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അന്നൊക്കെ അത് തടഞ്ഞത് ഭരണകൂടമായിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു എന്നതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം.